ആദർശ് സിറ്റൗട്ടിൽ നിന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇവൾ എവിടെ പോയതായിരിക്കും? ഈശ്വര, ഇനി എങ്ങനെ പിണങ്ങി പോയതായിരിക്കുമോ? എവിടെ പോണതാണേലും പറഞ്ഞിട്ട് പോണതാണല്ലോ, ഇതുവരെ അവളെ കണ്ടില്ലല്ലോ. ഇനി ഇത് എങ്ങോട്ട് പോയതായിരിക്കും? ഒന്ന് വിളിച്ചിട്ട് എൻ്റെ നമ്പർ കണ്ടിട്ട് പോലും അവൾ ഫോൺ കൊടുക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും ആയിരിക്കും ഗേറ്റും തുറന്നിട്ട് നയന സ്കൂട്ടിയിലേ വരുന്നത്. സ്കൂട്ടിയിൽ വാതയ്ക്ക് വന്നിട്ട് നയന അകത്തേക്ക് കയറി പോവാണ്. പെട്ടെന്ന് ആദർശ്, നീ എങ്ങോട്ടാ പോയതെന്ന് ചോദിക്കുമ്പം ഞാൻ പുറത്തേക്ക് വരുന്ന പോയതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൾ അകത്തേക്ക് പോകുമ്പോൾ ആദർശ് ഓർക്കാണ്, ഹോ വന്നല്ലോ, സമാധാനമായി. എൻ്റെ ഈശ്വര, ഇപ്പം അവളെ കാണാതെ ഒരു സെക്കൻഡ് പോലും ഇരിക്കാൻ വേണ്ട അവസ്ഥയായി. വർക്കൊക്കെ ഉണ്ട്, എന്നിട്ടത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. എപ്പോഴാണ് അവൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറിയത് എന്നൊക്കെ ആദർശ് ഇങ്ങനെ ആലോചിച്ചാണ് അവിടെ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് നയന നേരെ പോകുന്നത് കനകത്തിൻ്റെ അടുത്തേക്കാണ്. എന്നിട്ട് കനകത്തോട് പറയാണ്, പ്രശ്നങ്ങൾ ഞാൻ സോൾവ് ആക്കിയിട്ടുണ്ടമ്മേ എന്ന് പറയുമ്പം എന്താടാ നന്ദൂട്ടൻ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. ഇനി അവൾ ഒരിക്കലും അനിയെ ആ രീതിക്ക് കാണില്ല, ആ രീതിക്ക് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ്. അതെങ്ങനെ മോളെ ഇത്ര പെട്ടെന്ന് മാറിയെന്ന് ചോദിക്കുമ്പം അവളുടെ ചേച്ചിയോട് സ്നേഹം ഉണ്ടെങ്കിൽ അവളിനി ഒരിക്കലും അനിയെക്കുറിച്ച് ചിന്തിക്കില്ല, ഒരു സുഹൃത്തായിട്ട് മാത്രമേ കാണുകയുള്ളൂ എന്ന് പറയാണ്. അമ്മയും അച്ഛനും പറയുന്നതിലും കൂടുതലും ഞാൻ പറയുന്നതല്ലേ അവൾ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഞാൻ പറയേണ്ടിയിരിക്കാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് എന്നോട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും അവൾ ഈ കാര്യത്തെപ്പറ്റി ഇനി ചിന്തിക്കുകയൂടെയില്ല. നന്ദൂട്ടൻ എല്ലാം മറന്നോളും എന്നൊക്കെ പറയാണ്. അമ്മയൊക്കെ ഇത് നേരത്തിനോട് പറയേണ്ടതായിരുന്നു, എങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നേരത്തെ ഇതൊക്കെ സോൾവ് ആക്കായിരുന്നു. മൂടി മറിച്ച് വെച്ചിട്ടല്ലേ എല്ലാം സംഭവിച്ചതെന്ന് പറയാണ്. അപ്പോഴേക്കും കനകം പറയുന്നുണ്ട്, മോളെ അത് പിന്നെ മോളിത് കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ അവളുടെ കൂടെ നിൽക്കുമെന്ന് ഞങ്ങൾക്കൊരു പേടിയായിപ്പോയി, അതുകൊണ്ടാന്ന് പറയുമ്പോഴേക്കും നയന പറയാണ്, എൻ്റെ അമ്മേ അങ്ങനെ എനിക്ക് തോന്നുമോ? ഞങ്ങളുടെ ജീവൻ തന്നെ ഒരു തുലാസിൽ നിൽക്കുക ഈ സമയത്ത് അങ്ങനെ പറയാൻ ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് നയന ചോദിക്കുമ്പോഴേക്കും, സോറി മോളെ, ഇനി എന്തുണ്ടെങ്കിലും ഞാൻ മോളോട് പറഞ്ഞോളാം, മോളൊന്നും ഓർത്ത് വിഷമിക്കണ്ട എന്ന് പറയുന്നുണ്ട്. പിന്നെ മോള് പോയപ്പോൾ തൊട്ടേ ഒരാൾ വാലിന് തീ പിടിച്ച പോലെ ഇവിടെല്ലാം നടക്കുന്നുണ്ടായിരുന്നു, മോളുടെ ആദർശ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയനയാണെങ്കിൽ റൂമിലേക്ക് പോവാണ്. ഈ സമയത്ത് റൂമിലിരുന്നുകൊണ്ട് ആദർശ് ആലോചിക്കാണ്, ഇങ്ങോട്ട് വരട്ടെ, പറയാതെ പോയതല്ലേ, ദേഷ്യപ്പെടണം. ഈ ദേഷ്യപ്പെട്ടാൽ ഇനി അവൾ പിണങ്ങി പോവോ? ദേഷ്യപ്പെടാതിരുന്നാൽ എൻ്റെ വില പോകും, എന്തായാലും ഒന്ന് ചോദിച്ചിട്ടുള്ളൂ ബാക്കി കാര്യം എന്നൊക്കെ പറഞ്ഞ് ആദർശ് കട്ടിലിരിക്കുകയാണ്. ഈ സമയത്ത് നയന അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. അല്ല, നീ എവിടാ പോയത്? അത് ആദർശേട്ടാ, ഞാൻ അമ്പലം വരെ ഒന്ന് പോയതാ. എന്നിട്ട് നിന്റെ നെറ്റിയിൽ ചന്ദനം കാണുന്നില്ലല്ലോ. അമ്പലത്തിൽ പോകുന്നവരൊക്കെ ചന്ദനം വെക്കണം നിർബന്ധം ഒന്നുണ്ടോ? ഞാൻ വേറെ അനാവശ്യ കാര്യങ്ങൾക്കൊന്നും പുറത്തേക്ക് പോകാറില്ലെന്ന് ആദർശേട്ടൻ അറിയാലോ. ഞാൻ പോയി അമ്പലത്തിൽ പോയി എനിക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം ഈശ്വരനോട് പറഞ്ഞിട്ട് ഞാൻ തിരികെ വന്നു, അത്രേ ഉള്ളൂ. ഇനി എനിക്ക് അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കണം താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ മുത്തശ്ശിയും പറയാ, ഞാൻ പുറത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകാത്തോണ്ടാ നീ എന്നോട് പറയാതെ പുറത്തേക്ക് പോയതെന്ന്. എന്താ അതാണോ സത്യം? എൻ്റെ പൊന്നാദർശിട്ട, അതൊന്നും ഒരു കാരണമില്ല, എനിക്കതൊന്നും പറയാൻ നേരമില്ല. എൻ്റെ മനസ്സ് ആകെപ്പാടെ കലങ്ങി മറിഞ്ഞ് കിടക്കുക, ദയവ് ചെയ്ത് എന്നോട് വഴക്കുണ്ടാക്കല്ലേ. അപ്പൊ ആദർശ് പറയാണ്, ഇനി നമുക്കൊന്ന് പുറത്തേക്ക് പോകാം. ഓഹോ, അങ്ങനെ മുത്തശ്ശനും പറഞ്ഞ രീതിക്ക് എന്നെ കൊണ്ട് പുറത്തേക്ക് പോവണ്ട, അതുകൊണ്ടൊന്നും അല്ല, നമുക്ക് ഒത്തിരി നാളായില്ലേ പുറത്തേക്കൊക്കെ പോയിട്ട്, നമുക്കൊന്ന് പോകാം. അങ്ങനെ ആദർശ് ബാഗിൽ നിന്നും ഒരു പൊതി എടുക്കുന്നുണ്ട്. ഇതെന്താ ആദർശേട്ടാ? ദാ ഇതൊരു സാരിയാ. ഇന്ന് കമ്പനിയിലേക്ക് ഒരു സ്ത്രീ സാരിയുമായിട്ട് വന്നിരുന്നു, അവിടെ ലേഡീസൊക്കെ സാരി സെലക്ട് ചെയ്യുന്ന കണ്ടപ്പോ ഞാൻ പവിത്രയെ കൊണ്ട് നിനക്ക് സെലക്ട് ചെയ്യിപ്പിച്ചതാ. അങ്ങനെ പവിത്ര സെലക്ട് ചെയ്ത സാരിയൊന്നും എനിക്ക് വേണ്ട, പവിത്രയാണ് സെലക്ട് ചെയ്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട കളറാ എടുത്തേ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ദാ ഇത് എടുത്തോണ്ട് വേണം നമുക്ക് പോകാന്. പിന്നെ അമ്മ അറിയണ്ട നമ്മൾ പോകുന്ന കാര്യം, അതിന് അമ്മയെ ഒളിപ്പിച്ചിട്ട് എന്തിനാ ആദർശേട്ടാ പോകുന്നത്? ചിലരുടെ സ്വഭാവമൊക്കെ അങ്ങനെ മാറ്റാനേ ഒരുപാട് താമസം പിടിക്കും, നമ്മൾ അതിനുവേണ്ടി വാശി പിടിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നീ ഈ സാരി എടുക്ക്, 9 മണിയൊക്കെ ആകുമ്പോഴേക്കും അമ്മ ഉറങ്ങാൻ കയറുമല്ലോ, ആ സമയത്ത് നമുക്ക് പതിയെ എസ്കേപ്പ് ആവാം. അമ്മയുടെ സ്വഭാവം മാറാൻ കുറച്ച് താമസമൊക്കെ ഉണ്ട്, നീ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. അത് സാരില്ലാതെ ചേട്ടാ, എനിക്ക് എന്തായാലും ഈ സാരി ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന ഈ സാരി ഇങ്ങനെ നെഞ്ചത്ത് പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ മുത്തശ്ശനും ഹാളിലിരുന്നുകൊണ്ട് നയനെക്കുറിച്ചും ആദർശിനെ കുറിച്ചും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എന്തായാലും ആദർശിനിപ്പോ ഒരു തുള്ളി പോലും അവളെ പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല. ഈശ്വര, കമ്പനിയിലെ കാര്യങ്ങൾ ഓർക്കുമ്പോഴാ ഓഫീസിൽ പോലും പോവാതെ നിൽക്കുകയല്ലേ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. പിന്നെ കമ്പനിയിൽ ജയനും മറ്റ് സ്റ്റാഫുകളും അവനും എല്ലാം ഉണ്ടല്ലോ, അതുകൊണ്ടൊരു സമാധാനം. കമ്പനി എന്തായാലും ഡൗണായി പോവില്ല, ഇപ്പോഴവർ സ്നേഹിക്കുന്ന കാലമല്ലേടോ, സ്നേഹിക്കട്ടെ, കമ്പനിയൊക്കെ അവൻ നോക്കിക്കോളും എന്ന് മുത്തശ്ശൻ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നയന വരികയാണ്. മോൾ എങ്ങോട്ടായി പറയാതെ പോയത്? മുത്തശ്ശൻ ചോദിക്കുമ്പോൾ നയന പറയാണ്, അത് മുത്തശ്ശൻ ഞാൻ കല്യാണിയെ കാണാൻ പോയതാ. ആണോ മോളെ? മോള് പോയപ്പോ തൊട്ട് ഇവിടെ ഒരാൾ സമാധാനമില്ലാതെ വാലിന് തീ പിടിച്ച അവസ്ഥയിൽ ടെൻഷൻ അടിച്ചുകൂടെ നടക്കായിരുന്നു. മോളുടെ വീട്ടിലേക്ക് വരെ വിളിച്ചു ചോദിച്ചു. സത്യമാണോ മുത്തശ്ശ? എന്റെ വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചോ? അതേ മോളെ, സത്യം പറയുന്നേ, മോളുടെ വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചു.
എന്നിട്ട് ഇവിടെ പരക്കം പാഞ്ഞ് നടക്കായിരുന്നു. മോളെങ്ങാണം ഇട്ടിട്ട് പോയോ നോർത്ത് പേടിച്ചതാ. ഞാൻ പറഞ്ഞില്ലേ അന്ന് മോള് കുറച്ചു ദിവസം വീട്ടിൽ പോയി നിന്നപ്പോ തന്നെ ആദർശന്റെ മാറ്റം മോള് കണ്ടില്ലേ എന്ന് മുത്തശ്ശി ചോദിക്കാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഇറങ്ങിപ്പോക്ക് അനിവാര്യമാ മോളെ, എങ്കിൽ മാത്രമേ ഇവനൊക്കെ പഠിക്കുകയുള്ളൂ. നയനെ പറയാണ്, എനിക്കും ഒരുപാട് സങ്കടമായിരുന്നു അന്ന് വീട്ടിൽ പോയി നിന്നെ, പിന്നെ ഞാൻ ഉറങ്ങിയിട്ട് കൂടിയില്ല. മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെ വേണം, ഉറങ്ങാതിരുന്നാലല്ലേ പരസ്പരം സ്നേഹം ഉണ്ടെന്നുള്ള അർത്ഥമുള്ളൂ. അത് മാത്രമല്ല, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാല് മോൾ ഇറങ്ങി വീട്ടിൽ പൊക്കോണം. കാരണം അപ്പൊ ആദർശിന് നിന്റെ വില മനസ്സിലാവും, ആദർശ് പുറകെ വന്നോളും എന്നൊക്കെ പറയുന്നുണ്ട്. പ്രശ്നരൂക്ഷമാണെങ്കിൽ ഞാനും നിന്റെ മുത്തശ്ശിങ്ങൾ ഇടപെട്ടോളാം എന്ന് മുത്തശ്ശൻ പറയാണ്. മുത്തശ്ശി പറയുന്നു, ഇതുപോലെ കൊച്ചുമക്കളുടെ ഭാര്യമാരെ ഉപദേശിക്കുന്ന മുത്തശ്ശിനെ മോളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് അവന് ചിരിക്കുന്നുണ്ട്. ആദർശമോൻ ഇപ്പൊ മോളെ ഒരു നിമിഷം പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കാം. മോളെ എവിടെ പോയെന്നോർത്ത് ഇവിടെ എല്ലാം തപ്പിത്തടഞ്ഞ് നടക്കായിരുന്നു എന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോഴേക്കും നയന ചിരിക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ പറയാണ്, ഇപ്പൊ മോളോട് ആദർശന് നല്ല സ്നേഹമാണ്, അതുകൊണ്ട് അവനെ നീ അതുപോലെ കെയർ ചെയ്തണം, ആ സ്നേഹം ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല എന്നൊക്കെ പറയുമ്പം ശരി മുത്തശ്ശ എന്ന് നയനയും പറയാണ്. ഈ സമയത്ത് പുറത്തുനിന്ന് ചെടി നനയ്ക്കായിരിക്കും കനകം. അങ്ങോട്ടേക്ക് നയന വരുന്നുണ്ട്. അത് പിന്നെ അമ്മേ, അവക്ക് 20 വയസ്സായി, എങ്കിലും അവളെ ഉടനെയെങ്ങും കല്യാണമൊന്നും കഴിപ്പിക്കണ്ട. അവളോട് ടെസ്റ്റ് എഴുതാൻ പറ, നല്ലൊരു ജോലി സമ്പാദിക്കാൻ പറ, എന്നിട്ട് മതി കല്യാണമൊക്കെ. അതെന്റെ പൊന്നുമോളെ, ഇനിയൊരു കല്യാണത്തിന് അവൾ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളുടെ മാനസികാവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അതെങ്ങനാമേ, ഒരിക്കൽ പോലും ഒരാണും അവളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറിട്ടില്ല. പിന്നെ എങ്ങനെ ആനി, എനിക്കതാ മനസ്സിലാവാത്തെ. ഞങ്ങൾ രണ്ടുപേരും ജീവിതം കണ്ടിട്ടും അവൾ മനസ്സിലായില്ലല്ലോ അമ്മേ എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും കനകം പറയാണ്, മോളെ അതൊന്നും ഓർക്കണ്ട, അവളുടെ പെട്ടെന്നൊരു നിമിഷത്തെ ചാവല്യായിരിക്കും, അവളൊരു പെൺകുട്ടിയല്ലേ. അപ്പോഴേക്കും ആനിയോടെ നിൽക്കുന്നത് നയന കാണുന്നുണ്ട്. അമ്മേ ദാ ആനിയോടെ നിൽക്കുന്നു. അതെ, പിന്നെ അമ്മേ, നമുക്ക് കന്നിമാസത്തിലെ കല്യാണം നടത്താൻ പറ്റില്ല, നമുക്ക് തുലാമാസത്തിലെ കല്യാണം നടത്തിയാലോ? അത് ശരിയാ മോളെ, തുലാമാസം നടത്താം. അച്ഛന്റെ സുഹൃത്തിന്റെ മോനല്ലേ, നല്ല പയ്യനാ, ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മളെ കുടുംബമായിട്ട് നന്നായിട്ട് യോജിച്ചു പോകും. നയന പറയാണ്, ശരിയാമ്മേ, സ്ത്രീധനം ഒന്നും വേണ്ട, പെണ്ണിനെ മാത്രം മതി എന്നല്ലേ പറഞ്ഞത്. തുലാമാസത്തിൽ തന്നെ നമുക്ക് കല്യാണം ഉറപ്പിക്കണം. നല്ല പയ്യന, നല്ല കുടുംബമാ, എനിക്കും അറിയാം പയ്യനെ കുറിച്ച് എന്നൊക്കെ അവൻ കേൾക്കാൻ വേണ്ടിയിട്ട് നയന പറയുന്നുണ്ട്. എന്നിട്ട് നയന പതിയെ അനിയടുത്തേക്ക് പോയിട്ട്, അനി എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, നീ എന്റെ കൂടെ വന്നേ എന്നും പറഞ്ഞിട്ട് അനിയെ വിളിച്ചുകൊണ്ട് നയന ടെറസിന്റെ അങ്ങോട്ടേക്ക് പോവാണ്. എന്നിട്ട് നയന പറയാണ്, അനിയെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും കരുതിയില്ല. അനി ചോദിക്കണ, എന്താ ഏട്ടത്തി? അല്ല, സാധാരണ ആൺകുട്ടികള് പെൺകുട്ടികൾ ഇച്ചിരി ഫ്രീഡമായിട്ട് ഇടപഴകുമ്പം അപ്പത്തന്നത് പ്രണയമാണെന്നൊക്കെ കരുതിയിട്ട് ആ പെൺകുട്ടിയോട് സംസാരിക്കാറും ആ രീതിക്ക് പെരുമാറാറും ഉണ്ട്. പക്ഷെ അനിയിൽ നിന്നും ഇങ്ങനൊന്നും പ്രതീക്ഷയില്ല. നന്ദു നിന്നെ നല്ലൊരു സുഹൃത്തായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ നീ അവളെ ഈ ഒരു അർത്ഥത്തിൽ കാണുമെന്ന് അവള് ചിന്തിച്ചിട്ട് കൂടിയില്ല. അത് ഏട്ടത്തി, നേരത്തെ ഞാൻ അവളോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനൊരു സുഹൃത്താണെന്നോ എന്നോട് ഇഷ്ടമില്ലെന്നോ അവൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോഴേക്കും നയന പറയാണ്, അത് വേറൊന്നും കൊണ്ടല്ല, അവക്കൊരു ഷോക്കായിരുന്നു നീ അങ്ങനെ പറഞ്ഞപ്പോ. ഞങ്ങളുടെ അനിയനല്ലേ നീ, അതവക്ക് താങ്ങാൻ പറ്റിയില്ല, അതുകൊണ്ടാ. അല്ലാതെ നിന്റെ വിവാഹം ഉറപ്പിച്ചുള്ള വിഷമം കൊണ്ടൊന്നും അല്ല. നിന്റെ ആ പ്രവൃത്തിയിലുണ്ടായ വിഷമം കൊണ്ടാ അവളിങ്ങനെ നടക്കുന്നേ എന്ന് പറയുന്നുണ്ട്. നീ അവക്ക് ഒരു സുഹൃത്തിന്റെ എല്ലാ സ്നേഹം കൊടുക്കണം. അതുപോലെ തന്നെ അനാമികയുമായിട്ട് നീ നന്നായിട്ട് സ്നേഹത്തിലാവണം. ഇവിടെ നടക്കുന്ന ഓരോ പൂജയിലും കണ്ടില്ലേ എന്തൊക്കെ വിഘ്നങ്ങളാണ് ഉണ്ടാകുന്നത്? അതെല്ലാം നീ കാരണ, നിന്റെ മനസ്സ് കാരണ. നിന്റെ മനസ്സിനുള്ളിൽ അനാമിക ഇല്ലാത്തോണ്ടാ കല്യാണം വന്ന് തലയ്ക്ക് ഇത് നിൽക്കുമ്പം ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പാടുണ്ടോ അനി? അതുകൊണ്ട് ഇനി മേലാല് നന്ദുനെ കുറിച്ച് ഓർക്കാൻ പോലും പാടില്ല. നന്ദുനെ പൂർണ്ണമായിട്ട് മറന്നേക്ക്. ഒരു സുഹൃത്തോട് മാത്രം അവളെ കണക്കാക്കിയാൽ മതി. ഇനി നിന്റെ ഭാര്യ അനാമികയാണ്, അത് മാത്രം നീ ഓർത്താൽ മതി എന്നും പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും അവൻ ആകെപ്പാടെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഡെയിലി സ്റ്റോറിയുടെ റിവ്യൂവും അപ്കമിംഗ് ആയിട്ടുള്ള റിവ്യൂസ് ഒക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇറ്റ്സ് മീ ആസി. താങ്ക്സ് ഫോർ വാച്ചിങ്.